പണ്ട് ഡേറ്റ് ചെയ്തിരുന്ന കാലം മുതൽ പ്ലാൻ ചെയ്യുന്നതാണ് ഒരു അൺപ്ലാൻഡ് ട്രിപ്പ് പോകണം. എവിടേക്കാ, എങ്ങോട്ടാ, എത്ര ദിവസത്തേക്കാ എന്നൊന്നും ഇല്ലാത്തൊരു ട്രിപ്പ്. 2 ജോഡി ഡ്രസ്സും പാക്ക് ചെയ്ത് പോണ വഴിക്ക് മൂന്നാർ പോകുന്ന പ്ലാൻ ചെയ്തു. ഞങ്ങൾ പള്ളിവാസലുള്ള ദ വാലി എന്ന് പറയുന്ന റിസോർട്ടായിട്ട് ബുക്ക് ചെയ്തത്. എക്സാക്ട് 12:30 ആയപ്പോഴേക്കും അവിടെ എത്തി. അവിടെ നിന്ന് നല്ല കിട്ടുക്കാച്ചി പ്രോൺസും ബിരിയാണിയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നേരെ കയറി ഞങ്ങളുടെ റൂമിലേക്ക്. ടു ബി ഓണസ്റ്റ്, ഞങ്ങളുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു വ്യൂ ഉണ്ട്. ഭയങ്കര റൊമാൻറ്റിക് ട്രിപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ എടുത്തത് റൊമാൻസ എന്ന് പറയുന്ന റൂമാണ്. ഈ റൂമിന്റെ അകത്ത് ഹൈലി റൊമാൻറ്റിക് ആയിട്ടുള്ള ജക്കൂസി പൂൾ ഉണ്ട്. അങ്ങനെ ബാൽക്കണിയിൽ ഇരുന്ന് കുറച്ച് നേരം വൈനൊക്കെ അടിച്ച് ഞങ്ങൾ നേരെ വിട്ടു കുക്കി ബേക്കിംഗ് സെഷനിലേക്ക്. അവിടെ പോയി നല്ല ക്രിസ്പി ബട്ടർ കുക്കീസ് ഒക്കെ ഉണ്ടാക്കാൻ ഞങ്ങൾ പഠിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നല്ല ചൂടുള്ള ചായയും നല്ല സ്നാക്സും പിന്നെ കുറെ ഗെയിംസ്, ലൂഡോ, ട്രാംപോലിൻ, ഫൂസ്ബോൾ, അങ്ങനെ എല്ലാം. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് ട്രഡീഷണൽ ടീ സെക്ഷനിലേക്കാണ്. അതായത് ആദ്യം ഒരു ഡോക്യുമെന്ററി കാണിക്കും, പിന്നെ പല ഫ്ലേവർ ടീ എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്, എന്തൊക്കെ വെച്ചുണ്ടാക്കുന്നത് ടേസ്റ്റ് ചെയ്യാനും തരും. വാനില, ചോക്ലേറ്റ്, അങ്ങനെ കുറെ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് റൂമിലേക്ക് ചെന്ന് ഞങ്ങളുടെ പൂള് സെറ്റ് ആക്കാൻ തുടങ്ങി. പൂള് സെറ്റ് ആക്കാനുള്ള ബബിൾ ബാത്ത് ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ക്യാൻഡിൽസ് വരെ ഉണ്ടായിരുന്നു. അങ്ങനെ പൂള് ഫുൾ സെറ്റ് ആയി കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ റൂമിലത്തെ ഡിന്നർ റേറ്റ് തുടങ്ങി. നല്ല ക്ലാസി ഡിന്നർ ആയിരുന്നു. ബട്ടർ നാൻ, ചീസ് നാൻ, തന്തൂരി ചിക്കൻ, ബട്ടർ ചിക്കൻ ഒക്കെ ആയിട്ട് അടിപൊളി ഡിന്നർ. അത് കഴിഞ്ഞ് നേരെ പോയി ഞങ്ങളുടെ പൂളിൽ കിടന്നു കേട്ടോ. പിന്നെ എത്ര നേരം അതിന്റെ അകത്ത് പാട്ടൊക്കെ വെച്ച് കിടന്നത് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടാ. കാരണം ഉറങ്ങിയപ്പോ ഒരു സമയം ഒരു 5 മണി 6 മണി ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എഴുന്നേക്കും. പക്ഷെ അത് ബുദ്ധിമുട്ട് കൊണ്ടല്ല, പകരം കിളികളുടെ സൗണ്ട്. പിന്നെ നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പടം വരയ്ക്കത്തില്ലേ, മലയുടെ ഇടയിൽ നിന്ന് സൺലൈറ്റ് വരുന്നത്, അതേപോലെ സൺലൈറ്റ് വരും. ടു ബി ഓണസ്റ്റ്, നമ്മുടെ ഒക്കെ ലൈഫിൽ കുറച്ച് അൺപ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പൊ അത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷം. ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ടിൽ ദെൻ, ബൈ ബൈ.